Good morning, dear students. All of you, welcome to another session of online class. Reissue of forfeited shares എന്ന് കണ്ടിന്യൂ ചെയ്യാണ്. Reissue of forfeited sharesൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ആൻഡ് റീഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഇത് വലിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു ടോപ്പിക്കല്ല. ഷെയർസ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് ആദ്യം ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രീമിയത്തിൽ തന്നെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷെയർ ഫോർഫീറ്റഡിലെ എമൗണ്ട് മുഴുവനായിട്ട് എവിടേക്ക് മാറ്റാം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. റീഇഷ്യൂഡ് ഷെയറിൻ്റെ റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ മുഴുവൻ എമൗണ്ടും അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മുഴുവൻ എമൗണ്ടും ക്യാപിറ്റൽ റിസർവിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം ഒന്നും തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. റീഇഷ്യൂ തന്നെ പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അവിടെ ഡിസ്കൗണ്ടിൽ ഒന്നും തന്നെ റീഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഷെയർസ് ഇഷ്യൂഡ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റീഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്നുള്ള ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഒരു ഓർഡിനറി കേസാണ്. അതിൽ ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ അതിൽ വരുന്നില്ല. അപ്പോൾ സാധാരണ ഒരു ജേണൽ എൻട്രി എഴുതുന്ന പോലെ തന്നെ ഫോർഫീച്ചറും ആൻഡ് റീഇഷ്യൂം ഇവിടെ എഴുതാം. റീഇഷ്യൂവിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 10 രൂപയുടെ ഷെയറിന് 12 രൂപ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അതിനേക്കാൾ കൂടിയ വാല്യൂ കിട്ടുമ്പോഴാണല്ലോ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നു. അപ്പോൾ പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം എമൗണ്ട് കാണിക്കുകയും അതിൽ ഫേസ് വാല്യൂ മാത്രം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് റീഇഷ്യൂവിന് വരുന്നത്. ഇനി റീഇഷ്യൂ ചെയ്ത ഷെയർസിൻ്റെ മുഴുവൻ എമൗണ്ടും തന്നെ ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ടിൽ നിന്ന് എവിടേക്ക് മാറ്റാം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഞാനിനി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ ഇക്വിറ്റി ഷെയർസ് എന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും കുറച്ച് തിയറിയും കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ എന്തായാലും സമയം കളയുന്നില്ല, ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 121 121 ഇല്ലസ്ട്രേഷൻ 30 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ഫോർഫീറ്റഡ് 150 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 150 ഷെയർ എക്സ് ലിമിറ്റഡ് ഫോർഫീറ്റ് ചെയ്തു. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. അത് നമ്മൾ ഹെഡിങ് നേരത്തെ പറഞ്ഞോളൂ. അത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയറാണ്. ഹെൽഡ് ബൈ ആനന്ദ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓഫ് ₹8 പെർ ഷെയർ ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. 8 രൂപ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാത്തതിന് ദെൻ എന്താണ് ഫസ്റ്റ് കോൾ ഓഫ് ₹2 പെർ ഷെയർ ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹3 പെർ ഷെയർ. 8 രൂപ അലോട്ട്മെൻറ്റ് മണിയും അതിൽ 5 രൂപ പ്രീമിയമാണ്. ഫസ്റ്റ് കോളായിട്ടുള്ള 2 രൂപയും ഫൈനൽ കോളായിട്ടുള്ള 3 രൂപയും അടയ്ക്കാത്തതിനാണ് ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്തത്. ഔട്ട് ഓഫ് ദീസ് 100 ഇക്വിറ്റി ഷെയർസ് were reissued to മോഹൻ at ₹14 പെർ ഷെയർ. ഇതിൽ നിന്ന് 100 ഷെയർസ് ആർക്ക് ഇഷ്യൂ ചെയ്തു? മോഹൻ ഇഷ്യൂ ചെയ്ത് എത്ര രൂപയായിട്ട്? 14 രൂപയായിട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, മുഴുവൻ ഇക്വിറ്റി ഷെയറും ഇവിടെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഏത് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ? 100 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഗിവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കതിൽ ഫോർഫീച്ചറിൻ്റെയും റീഇഷ്യൂവിൻ്റെയും ജേണൽ എൻട്രി മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്കെന്ത് ചെയ്യാം? ഇത് ബോർഡിൽ വർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറി ഒന്ന് എഴുതാം.
ഫോർഫീറ്റ് ചെയ്യുന്നത് 150 ഷെയറാണ്. ഓഫ് ₹10 ഈച്ച്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം 5 രൂപ പ്രീമിയമാണ്. ഹെൽഡ് ബൈ ആനന്ദ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് എത്രയാണ്? 8 രൂപയാണ്. അതിൽ 5 രൂപ പ്രീമിയമാണ്. അലോട്ട്മെൻറ്റ് മാത്രമല്ല, ഫസ്റ്റ് കോള് 2 രൂപ, ഫൈനൽ കോള് 3 രൂപ. അപ്പോൾ ഇവിടെ 5 രൂപ എന്ന് പറയുമ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. 3 + 5 8. 5 രൂപ പ്രീമിയം അടക്കമാണ് 8 രൂപ. അപ്പോൾ റിയൽ അലോട്ട്മെൻറ്റ് മണി 3 രൂപയാണ്. അപ്പോൾ കോൾഡ് അപ്പ് എമൗണ്ട് കാണാൻ എന്ത് ചെയ്യണം? 3 2 5 3 8 രൂപയാണ് കോൾഡ് അപ്പ്. ₹8 ഫൈനൽ കോളല്ലേ അത്? 10 രൂപയാണ് കോൾഡ് അപ്പ്. 10 രൂപ. അൺപെയ്ഡ് ആണ് നമുക്കറിയേണ്ടത്. അതിൽ അൺപെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതടക്കം അൺപെയ്ഡ് ആണ് വരുന്നത് അല്ലേ? എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇത് പ്രീമിയം ആണല്ലോ. പ്രീമിയം ഒഴിച്ചിട്ടുള്ള എമൗണ്ട് അൺപെയ്ഡ് 8 ആണ്. ദെൻ പെയ്ഡ് എത്രയാണ്? 2 രൂപ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അൺപെയ്ഡ് കൃത്യമായിട്ട് +5 വരിക. 5 പ്രീമിയം. ഞാൻ ഒന്നുകൂടി പറയാം. ഫൈനൽ കോള് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കോൾഡ് അപ്പ് എമൗണ്ട് കൃത്യമായിട്ട് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഫൈനൽ കോൾ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കോൾഡ് അപ്പ് എമൗണ്ട് എത്രയാണ്? ഫുള്ളി കോൾഡ് അപ്പ് ആണ്. ദെൻ എത്രയാണ്? കോൾഡ് അപ്പ് എമൗണ്ട് ഈസ് ₹10. ദെൻ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണ്? 3 3 6 2 8 രൂപയാണ് അൺപെയ്ഡ്. അപ്പോൾ പെയ്ഡ് എത്രയായിരിക്കും? 2 രൂപ. പെയ്ഡ് 2 രൂപയും അൺപെയ്ഡ് 8 രൂപയും. അപ്പോൾ നമ്മുടെ ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി ഇവിടെ കഴിഞ്ഞു. കോൾഡ് അപ്പ് എത്രയാണ്? കോൾഡ് അപ്പ് 10 രൂപ. അതിൽ അൺപെയ്ഡ് 8, പെയ്ഡ് 2. അതിൽ പ്രീമിയം കൂടി ചേർക്കണം, പ്രീമിയം കൂടി ഡെബിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, ഔട്ട് ഓഫ് ദീസ്, ഈ ഷെയറിൽ നിന്ന് 100 ഷെയർ എന്ത് ചെയ്യുന്നു? റീഇഷ്യൂ ചെയ്യുന്നു. ടു മോഹൻ. മോഹനാണ് റീഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ്? 14 രൂപയ്ക്ക്. 14 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുമ്പോൾ 10 + 4 4 എന്താണ്? 4 പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ബോർഡിൽ വർക്ക് ചെയ്യാം, ജേണലൈസ് ചെയ്യാം. ബോർഡിൽ വർക്ക് ചെയ്യാം എന്നല്ല, ജേണലൈസ് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രി എഴുതാം. ഫോർഫീച്ചറിൻ്റെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ ഉള്ള ഷെയർ 150 ഷെയറാണ്. 150 ഫുള്ളി കോൾഡപ്പാണ്. അപ്പോൾ 150 × 10. ഷെയർ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. ഷെയർ പ്രീമിയം 150 × 5. ടു ഷെയർ forfeited account.
150 × 2 നമ്മൾ നേരത്തെ അതിൻ്റെ സമ്മറി എഴുതിയപ്പോൾ കിട്ടിയതാണ്. 8 രൂപയാണ് അടയ്ക്കാത്തതെങ്കിൽ അടച്ച എമൗണ്ട് 300. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 150 × 8. $200. To share first call account. $300. Final call account 150 × 3. നരേഷ് എഴുതാം. Being 150 shares forfeited for non-payment. ഇത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. 150 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. എന്തിനായിട്ട്? നോൺ പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഫോർഫീറ്റ് ചെയ്തു. അത്രമാത്രം പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് റീഇഷ്യൂ ചെയ്യുന്നു. ഇതിൽ നിന്ന് 100 ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. 100 ഷെയർ എത്ര രൂപയ്ക്കാണ്? 14 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നു. 1400. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിലേക്ക് ഫേസ് വാല്യൂ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഷെയർ ക്യാപിറ്റലിലേക്ക് ടു സെക്യൂരിറ്റി എന്നോ ഷെയർ എന്നോ എഴുതാട്ടോ. നല്ലത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ആണ്. അതാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയിം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 100 × 4 400. നരേഷൻ എഴുതുന്നു. ബീയിങ് 100 ഷെയർസ് റീഇഷ്യൂഡ് at a premium of rupees 4 per share. 100 ഷെയർ റീഇഷ്യൂ ചെയ്തു 4 രൂപ പ്രീമിയത്തിൽ. ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ എമൗണ്ട് മാത്രമേ, ക്യാപിറ്റൽ പ്രോഫിറ്റ് മാത്രമേ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇവിടെ 150 ഷെയർ ഉണ്ട്. അപ്പോൾ 50 ഷെയറിന് 2 രൂപ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. 100 രൂപ മെയിൻറ്റെയിൻ ചെയ്യണം. 100 ഷെയറിന് 2 രൂപ വെച്ച് എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ റീഇഷ്യൂ ചെയ്ത് ഒരു കുട്ടികൾ വീണ്ടും അത് പറയുന്നതിൻ്റെ കാരണം അത് ശരിക്കും മനസ്സിലാക്കണം. റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ മാത്രമേ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. ഡെറ്റർ 100 ഷെയറിൻ്റെ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ മുഴുവനായിട്ട് എഴുതാം. 100 × 2 200. ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 200. നരേഷ് എഴുതുക. ബീയിങ് എമൗണ്ട് transferred to capital reserve account.
ബീയിങ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഉണ്ടോ? ഇത്രയാണ് ഈ ക്വസ്റ്റ്യനുള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് സറണ്ടർ ഓഫ് ഷെയർസ് ആണ്. സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ഷെയർ ഹോൾഡർ ടു ദ കമ്പനി ഫോർ ക്യാൻസലേഷൻ. ഇവിടെ വളണ്ടറി ആയിട്ട് ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തിൻ്റെ ഷെയർ ക്യാൻസലേഷന് വേണ്ടി കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഒരു ഷെയർ ഹോൾഡർക്ക് കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ അടയ്ക്കാൻ പറ്റാതെ വരികയും അദ്ദേഹം ആ ഷെയർ വളണ്ടറി ആയിട്ട് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുകയും ക്യാൻസലേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കേണ്ടത്? സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് വിളിക്കേണ്ടത്. ദ കമ്പനി ക്യാൻ ആക്സെപ്റ്റ് സച്ച് സറണ്ടർ ഓൺലി ഇഫ് സച്ച് ഷെയർസ് ആർ ലൈക്ലി ടു ബി ഫോർഫീറ്റഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾസ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് പ്രൊവൈഡ്. കമ്പനിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾസിലെ കോൾസ് ഇൻ ഏരിയർ വരുമ്പോൾ ഫോർഫീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സറണ്ടറിനൊക്കെ ഉള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രം കമ്പനിക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു പ്രൊവിഷനുള്ള കമ്പനികൾക്ക് മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഷെയർ ഹോൾഡറുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ഷനാണ്. ഫോർഫീച്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ഷനാണ് കേട്ടോ. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫോർഫീച്ചർ ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചറും സറണ്ടറും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? അത് ഡിഫറൻസസ് ഇവിടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത മോഡൽ തന്നെയാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ ബേസിലാണ് ഡിഫറൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് മീനിങ് ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ് തമ്മിലുള്ള ഡിഫറൻസ്? ഫോർഫീച്ചർ മീൻസ് കമ്പൽസറി ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. അതേസമയം സറണ്ടർ ഓഫ് ഷെയർ മീൻസ് ഇറ്റ് ഈസ് എ വോളണ്ടറി സബ്മിഷൻ ഓഫ് ഷെയർ. വളണ്ടറി ആയിട്ട് ഷെയർ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മീനിങ്ങിലുള്ള ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ്, പർപ്പസ്. ഫോർഫീച്ചർ ഈസ് എ പെനാൽറ്റി ടു എ നോൺ പേയ്മെൻറ്റ് മെമ്പർ ഓർ എ കോൾസ് ഇൻ ഏരിയർ മെമ്പർ. ഫോർഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെനാൽറ്റി ഫോർ എ മെമ്പർ ഫോർ നോൺ പേയ്മെൻറ്റ് ഓർ കോൾസ് ഇൻ ഏരിയർ. അതൊരു മെമ്പർക്കുള്ള പെനാൽറ്റിയാണ്. കോൾസ് ഇൻ ഏരിയറിനോ അല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റിനോ കൊടുക്കുന്ന പെനാൽറ്റിയെയാണ് എന്തായിട്ട് പറയുന്നത്? ആ പെനാൽറ്റി ആയിട്ടാണ് അതിൻ്റെ പർപ്പസായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതേസമയം സറണ്ടർ ഈസ് ഡൺ ടു അവോയ്ഡ് ദ ലോങ് പ്രൊസീജിയർ ഓഫ് ഫോർഫീച്ചർ. സറണ്ടർ എന്ന് പറയുന്നത് ഈ ഫോർഫീച്ചറിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് ആക്ഷനുള്ള വ്യത്യാസം. ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ എന്താണ്? കമ്പൽസറി ആക്ഷനാണ് അല്ലേ? മറ്റോടത്ത് എന്താണ്? സറണ്ടർ എന്ന് പറയുന്നത് ഒരു വളണ്ടറി ആക്ഷനാണ്. ഫോർഫീച്ചർ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളൊരു കമ്പൽസറി ആക്ഷനാണെങ്കിൽ സറണ്ടർ എന്താണ്? ഒരു വളണ്ടറി ആക്ഷനാണ്. ദെൻ നേച്ചർ. ഫോർഫീച്ചർ ഈസ് ഡൺ ഇൻ കേസ് ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. ഫോർഫീച്ചർ സാധാരണ പകുതി അടയ്ക്കാത്ത ഷെയറിൽ മാത്രമേ നടത്തുള്ളൂ. അതേസമയം വളണ്ടറി ആയിട്ട് വരുമ്പോൾ സറണ്ടർ പാർട്ട്ലി പെയ്ഡും അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡൊക്കെ നടത്താറുണ്ട്. ചില കേസുകളിൽ ഫുള്ളി പെയ്ഡും ഉണ്ടാകാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. പക്ഷേ ഫോർഫീച്ചർ നിർബന്ധമായിട്ടും പാർട്ട്ലി പെയ്ഡ് ഷെയർ മാത്രമേ നടത്താറുള്ളൂ. പ്രൊസീജിയർ. ഫോർഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെങ്തി പ്രൊസീജിയർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സറണ്ടർ ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് ആണ് ഫോർഫീച്ചറിനും സറണ്ടറിനും ഉള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 131 21ാമത്തെ ക്വസ്റ്റ്യൻ.
കുട്ടികൾ നോട്ട് ചെയ്യുക. പേജ് നമ്പർ 131 21ാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. അജിത് കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 15,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. The issue was fully subscribed. The amount on shares is payable as follows. On application, ₹2 per share. On allotment, ₹4 per share. On first and final call, ₹4 per share. Money payable on application, allotment and call have been duly received with the following exceptions. ഒന്നാമത്തെ പോയിന്റ്, A who holds 120 shares failed to pay the money on allotment and first and final call. Second point, B to whom 80 shares have been allotted failed to pay the money on first and final call. The shares of A and B were forfeited and were subsequently reissued for cash as fully paid at a discount of 20%. Pass journal entries to record the above transactions of share capital on the assumptions that the company maintains calls in arrear account. അപ്പോൾ ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ഫോർഫീച്ചറിൻ്റെയും റീഇഷ്യൂൻ്റെയും ജേർണൽ എൻട്രി മാത്രം എഴുതിയാൽ പോരാ. കാരണം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പാസ് ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ എബോവ് ട്രാൻസാക്ഷൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഓൺ ദ അസംഷൻ ദാറ്റ് ദ കമ്പനി മെയിൻറ്റെയിൻസ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് കൂടി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ സമ്മറി ഒന്നും പറയാൻ പോകുന്നില്ല, കാരണം ഇത് മുഴുവനായിട്ട് എഴുതേണ്ടതല്ലേ. അപ്പോൾ പിന്നെ സമ്മറിയിലൊന്നും കാര്യമില്ല, മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് വർക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് മുതൽ എഴുതേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര ഷെയറാണുള്ളത്? 15,000 ഷെയർസ് ആണുള്ളത്. 15,000 ഇക്വിറ്റി ഷെയറാണ്. നമ്പർ എഴുതി ഇൻറ്റു ഒരു ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി ₹2. 15,000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ₹30,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഷെയർ. അപ്ലിക്കേഷൻ മണി അക്കൗണ്ട്. അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് തന്നെയാണല്ലോ, 30,000. ഇനി ഞാൻ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്നുള്ള നറേഷൻ എഴുതുന്നില്ല. ഏറെക്കുറെ ക്ലാസ് ഈ ടോപ്പിക്ക് കഴിയാറായല്ലോ, കുട്ടികൾക്കറിയാം. ഇനി അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റുക? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 being application money transferred to share capital account. ഷെയർ ക്യാപിറ്റലിൻ്റെ ജേർണൽ എൻട്രി സെറ്റ് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുന്നതാണ്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ എഴുതാൻ 15,000 ആണ് നമ്പർ ഇൻറ്റു ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? ₹4. ഇതിൽ പ്രീമിയം ഇല്ല. അപ്പോൾ 60,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. നരേഷൻ ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ഇനി പൈസ കിട്ടുമ്പോൾ അലോട്ട്മെൻറ്റിന് പണം കിട്ടുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കണം,
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ മണി പേയബിൾ ഓൺ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ ഹാവ് ബീൻ ഡ്യൂലി റിസീവ്ഡ് വിത്ത് ദ ഫോളോയിങ് എക്സെപ്ഷൻസ്. ചില എക്സെപ്ഷൻസിലാണ് പണം കിട്ടിയിട്ടുള്ളൂ. 2 എക്സെപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എ ഹൂ ഹോൾഡ്, എ എന്ന് പറയുന്നൊരു പേഴ്സൺ ആണ്, എ ഹൂ ഹോൾഡ്സ് 120 ഷെയർസ് ഫെയിൽഡ് ടു പേ ദ മണി ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ 120 ഷെയർ എടുത്തിട്ടുള്ള എ, അദ്ദേഹം അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ അലോട്ട്മെൻറ്റ് അടയ്ക്കാത്ത എത്ര ഷെയറാണ്? 120 ഷെയറാണ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും ഡിനോമിനേഷൻ എഴുതുക? 15,000 ഷെയറാണ് ആകെയുള്ളത്, മൈനസ് 120 ഇൻറ്റു 4 അല്ലേ? ഇനി കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് ഡെറ്റർ, അതിൻ്റെ എമൗണ്ട് എഴുതാട്ടോ. ഇവിടെ കോൾസ് ഇൻ എരിയർ എഴുതാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. കോൾസ് ഇൻ ഏരിയ എത്രയാണ്? 120 ഷെയറിന് 4 രൂപ വെച്ച്. അപ്പോൾ എത്ര വരും? 0, 100, 480 രൂപ. അപ്പോൾ 60,000 നിന്ന് 480 രൂപ കിട്ടില്ല, കുറച്ച് 59,520 ആയിരിക്കും. Then ടു ഷെയർ അലോട്ട്മെൻറ്റ് ഫുൾ വാല്യൂ കാണിക്കുക. ഫുൾ വാല്യൂ 15,000 ഷെയറിന് മുഴുവനായിട്ട് കാണും. കാരണം കോൾസ് ഇൻ എരിയറിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞു. അത് 60,000. ഇതിൽ നരേഷ് എഴുതണ്ടല്ലോ, നമുക്കറിയാലോ. ദ ബീയിങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എക്സെപ്റ്റ് ഓൺ 120 ഷെയർസ്, 120 ഷെയറിന് ഒഴികെ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു. ഇനി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ നമ്പർ 15,000 ഇൻറ്റു എത്ര രൂപയാണ്? 4 രൂപ തന്നെ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന് സെയിം എമൗണ്ട് ആണ്, 60,000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 60,000. നരേഷൻ ബീയിങ് ഷെയർ ഫൈനൽ കോൾ ഡ്യൂ. ഫൈനൽ കോൾ ഡ്യൂ ആയി കഴിഞ്ഞാൽ വീണ്ടും ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഹെഡിങ്ങിലേക്ക്, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവുക. മണി പേയബിൾ ഓൺ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ ഹാവ് ബീൻ ഡ്യൂലി റിസീവ്ഡ് വിത്ത് ദ ഫോളോയിങ് എക്സെപ്ഷൻസ്. എ ഹു ഹോൾഡ് 120 ഷെയർസ് ഫെയിൽഡ് ടു പേ ദി മണി ഓൺ അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പം 120 ഷെയർ അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, ഫൈനൽ കോളും അടച്ചിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അതാണ് പറയുന്നത് 120 ഷെയർ. അപ്പോൾ ഇവിടെ അത് 120 ഷെയർ അടച്ചിട്ടില്ല. അടുത്തത്, ബി ടു ഹൂം 80 ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ് ഫെയിൽഡ് ടു പേ ദ മണി ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ബി എന്ന് പറയുന്ന പേഴ്സൺ 80 ഷെയർ എടുത്തിട്ടുള്ള ബിയും എന്തടച്ചിട്ടില്ല? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടയ്ക്കാത്ത ഷെയർസ് എത്രയാണ്? 200 ഷെയർസാണ്. അപ്പോൾ 200 ഷെയർ കുറച്ചിട്ട് വേണം എന്ത് വാങ്ങിക്കാൻ? നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യാൻ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 15,000 minus 200 into 4. അടുത്തത് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ 200 into 4, 800. അപ്പോൾ 800 രൂപ കുറയുന്നു.
60,000 നിന്നും. അപ്പോൾ 59,200. 59,200 to share first and final call account. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ 59,200 കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് 200 × 4 800 ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഫുൾ എമൗണ്ട് 60,000. അപ്പോൾ ഫൈനൽ കോൾ കളക്ട് ചെയ്യുന്നത് വരെ എഴുതി. അടുത്തത് പറയുന്നത് ഈ ഷെയർ എന്ത് ചെയ്യുന്നു, ഫോർഫീറ്റ് ചെയ്യുന്നു. ആൻഡ് വേർ സബ്സീക്വൻ്റ്ലി റീഇഷ്യൂഡ് ഫോർ ക്യാഷ് ആസ് ഫുള്ളി പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. അപ്പോൾ നമുക്ക് ബോർഡ് ക്ലെയിം ചെയ്ത് ഫോർഫീറ്റ് ചെയ്യുന്ന, റീഇഷ്യൂ ചെയ്യുന്ന, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന ജേർണൽ എൻട്രീസ് എഴുതാം. പിന്നെ നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. 200 ഷെയറാണ് ആകെയുള്ളത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 200 ആണ്, എമൗണ്ട് കോൾഡ് അപ്പ് 10 ആണ്. അപ്പോൾ 2,000 ഷെയർ. ഇനി അതിൽ പ്രീമിയം ഉണ്ടോ നോക്കാം. പ്രീമിയം ഇല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, എമൗണ്ട് റിസീവ്ഡ് എഴുതാം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഒരു 120 ഷെയറാണ്, പിന്നെ ഒരു 80 ഷെയറാണ്. ഈ 120 ഷെയർ അടയ്ക്കാത്തത് എന്തൊക്കെയാണ്? അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ അയാൾ പേ ചെയ്തിട്ടുള്ളത് പെയ്ഡ് എമൗണ്ട്. പെയ്ഡ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് 4 രൂപയും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 4 രൂപയാണ്. അപ്പോൾ പെയ്ഡ് എന്ന് പറയുന്നത് 2 രൂപയാണ്. ദെൻ 80 ഷെയർസ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മാത്രമാണ്. 4 രൂപയാണ് നോൺ പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അൺപെയ്ഡ് 8 റുപ്പീസാണ്. ഇവിടെ അൺപെയ്ഡ് 4 റുപ്പീസാണ്. അപ്പോൾ 6. ഞാൻ ഒന്നുകൂടി പറയാം. 120 ഷെയറിൻ്റെ അൺപെയ്ഡ് അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും 4 8 രൂപയാണ് അൺപെയ്ഡ്. അപ്പോൾ 10 രൂപയുടെ ഷെയറിൽ അൺപെയ്ഡ് 8 രൂപയാണെങ്കിൽ പെയ്ഡ് എത്രയാണ്? 2 രൂപ. 80 ഷെയർ എടുത്തിട്ടുള്ള ബി, അയാൾ അൺപെയ്ഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് മാത്രമാണ്. അപ്പോൾ 10 രൂപയുടെ ഷെയറിൽ 4 രൂപയാണ് അൺപെയ്ഡ് എന്നുണ്ടെങ്കിൽ പെയ്ഡ് എത്രയാണ്? 6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 120 × 2 പ്ലസ് 80 × 6. അപ്പോൾ അവിടെ 0 4 480 240. $720. 720 ഇവിടേക്ക് വരുന്നത്. 720. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടയ്ക്കാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 120 ഷെയറിന് 4 രൂപ വെച്ച് 480 ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അതാകുമ്പോഴേക്കും 200 ഷെയർ അടച്ചിട്ടില്ല. 800 8 4 12 1280 20 1300 700 1200.
കറക്റ്റായെന്ന് തോന്നുന്നു. ബീയിങ് 200 shares forfeited for non-payment of allotment money and first and final call money. അങ്ങനെ കോൾസ് ഇൻ എരിയർ എന്ന് വേണേൽ കൊടുക്കാം. അത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് റീഇഷ്യൂ ചെയ്ത് നോക്കാം. ദീസ് ഷെയർസ് വെർ സബ്സീക്വൻ്റ്ലി റീഇഷ്യൂഡ് ഫോർ ക്യാഷ് ആസ് ഫുള്ളി പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഇവിടെ ഫേസ് വാല്യൂൻ്റെ മുകളിലാണ് എപ്പോഴും ഡിസ്കൗണ്ട് കാണാം. ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് 20% എന്ന് പറയുമ്പോൾ 10ൻ്റെ 20%. എത്രയാണ്? 2 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ എത്രയ്ക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക? 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. മുഴുവൻ ഷെയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 200 × 8. ഡിസ്കൗണ്ട് എവിടെ നിന്നാണ് കൊടുക്കുക? ഇവിടെ നിന്നാണ് കൊടുക്കുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 200 × 2 400 ടു ഷെയർ ക്യാപിറ്റൽ 200 × 10 2000. ബീയിങ് 200 shares reissued at a discount of ₹2 per share ആണ് നരേഷൻ. ഇനി ഇതിൻ്റെ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുക. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ റിസർവിൽ എത്രയുണ്ട്? 720 രൂപയുണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ. അതിൽ നിന്ന് 400 രൂപ ഡിസ്കൗണ്ടായിട്ട് കൊടുത്തു. ബാക്കി എത്രയുണ്ടാവും? 320 രൂപ മാറ്റുക അല്ലേ? അപ്പോൾ അതിനെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 720 - 400. ഇത് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് അതിന് ഡിനോമിനേഷൻ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്യാം. 720 - 400 എന്ന് വേണമെങ്കിൽ ചെയ്യാം. 320 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 320. നരേഷൻ being 200 shares, being the balance amount transferred to capital reserve account. The balance amount transferred to capital reserve account. Next question, page number 131, question number 22 ആണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മോഹൻ കമ്പനി ലിമിറ്റഡ് forfeited 200 equity shares of ₹10 each, issued at a premium of ₹4 per share, held by John for non-payment of final call of ₹5 per share. Full stop. These shares were reissued to Ganesh at a discount of ₹3 per share. Give journal entries for the forfeiture and reissue of shares. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഫോർഫീച്ചറിൻ്റെയും റീഇഷ്യൂവിൻ്റെയും മാത്രമേ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് എടുക്കാം. മോഹൻ കമ്പനി ലിമിറ്റഡ് ഫോർഫീറ്റ് ചെയ്യുന്ന 200 ഷെയറാണ്. 10 രൂപയുടെ ഷെയറാണ്. 10 each. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 4 രൂപയാണ് പ്രീമിയം ആയതുകൊണ്ടാണ് ഞാൻ +4 ഇട്ടത്. ഹെൽഡ് ബൈ ജോൺ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹5 per share. 5 രൂപയാണ് നോൺ പേയ്മെൻറ്റ്, അൺപെയ്ഡ്.
അൺപെയ്ഡ് 5 രൂപയാണ്. ദെർഫോർ പെയ്ഡ് എത്രയാണ്? പെയ്ഡ് 5 രൂപയാണ്. മാത്രമല്ല ഇതിൽ പ്രീമിയം അടച്ചു അല്ലെങ്കിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഫൈനൽ കോൾ 5 രൂപയുടെ ഉള്ളിൽ എന്തുകൂടി ഉണ്ട്? പ്രീമിയം കൂടി ഉണ്ട് എന്ന് പറയേണ്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി എന്താണ്? പ്രീമിയം പെയ്ഡ്. പ്രീമിയം പെയ്ഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള എത്രയാണ്? 5 രൂപ. പെയ്ഡ് ആയിട്ടുള്ള എത്രയാണ്? 5 രൂപ. അപ്പോൾ ഫോർഫീച്ചർ എഴുതാനുള്ള ഡീറ്റെയിൽസൊക്കെ ആയി. അടുത്തത്, ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് ടു ഗണേഷ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 3 per share. ഈ ഷെയർ 3 രൂപ ഡിസ്കൗണ്ടിന് ഗണേഷിന് ഇഷ്യൂ ചെയ്തു. അപ്പം 10 നിന്ന് 3 രൂപ കുറച്ചാൽ എത്രയാണ് ഇഷ്യൂ പ്രൈസ്? 7 രൂപ ഇഷ്യൂ പ്രൈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്കിനി അതിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഫോർഫീച്ചറിന് റീഇഷ്യൂ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ജേണൽ എൻട്രിയിലേക്ക് പോകാം കേട്ടോ. ആദ്യം നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി എഴുതാം, പിന്നെ റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി എഴുതാം. ഫോർഫീച്ചർ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, സമ്മറി എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി കോൾഡപ്പ് എമൗണ്ട് ഫുള്ളി കോൾഡപ്പാണ്. അപ്പോൾ 10 രൂപയാണ്. അതിൽ അൺപെയ്ഡ് 5ഉം പെയ്ഡ് 5ഉം ആണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഷെയർ എത്ര ഷെയറാണ്? 200 ഷെയറാണ്. ഫുള്ളി കോൾഡപ്പാണ്. ഉണ്ടായിരുന്നു. പ്രീമിയം അടച്ചു എന്നുള്ള അസംഷനാണ്, അതുകൊണ്ട് പ്രീമിയം എഴുതണ്ട. ഇനി അതിൻ്റെ പെയ്ഡ് എഴുതാം. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 200 × 5 1000. ഇനി അൺപെയ്ഡ് സെയിം എമൗണ്ട് തന്നെ. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡിനോമിനേഷൻ 200 × 5 1000 തന്നെ. നരേഷൻ എഴുതുക. ബീയിങ് 200 ഷെയർസ് forfeited for non-payment of final call money. ഇനി ഈ ഷെയർ റീഇഷ്യൂ ചെയ്യുന്നു 3 രൂപ ഡിസ്കൗണ്ടിൽ. 10 രൂപയുടെ ഷെയറാണ്. 3 രൂപ ഡിസ്കൗണ്ടിലാവുമ്പോൾ 7 രൂപ നമുക്ക് കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 200 ഷെയറാണുള്ളത്. 7 രൂപ വെച്ച് 1400. ഡിസ്കൗണ്ട് 3 രൂപയുണ്ട്. ആ ഡിസ്കൗണ്ട് എവിടെ നിന്നാണ് കൊടുക്കുക? ഈ അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 006 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 200 × 10 2000. ബീയിങ് 200 ഷെയർസ് റീഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹3. അതല്ലെങ്കിൽ ബീയിങ് 200 ഷെയർസ് റീഇഷ്യൂഡ് അറ്റ് ₹7 ഈച്ച്. ഇനി നമുക്കറിയാം 1000 രൂപയാണ് നമ്മുടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് 600 രൂപ നമ്മൾ എന്ത് ചെയ്തു? റീഇഷ്യൂ ഡിസ്കൗണ്ടായിട്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 400 രൂപയുണ്ട്. ആ 400 രൂപ നമ്മൾ എവിടേക്ക് മാറ്റണം? നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. എന്തായിരിക്കും ജേണൽ എൻട്രി? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ ഇത് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് 1000 - 600 400 ടു എവിടേക്കാണ്? ടു ക്യാപിറ്റൽ
റിസർവ് അക്കൗണ്ട് 400. നരേഷ് എങ്ങനെ എഴുതുക? ബീയിങ് ദ ബാലൻസ് ഓഫ് ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്ന് ഇതിനേക്കാൾ വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ സിലബസിലൊരു മീഡിയം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.